മീനോടി അവിടെ. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റിലെ തന്നെ കുവൈറ്റ് സിറ്റിയിലെ ഏറ്റവും വലിയൊരു പാർക്കായ അൽ ഷഹീദ എന്നൊരു പാർക്കിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പാർക്കിലെ വിശേഷങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ ഈ പാർക്കത്തെ കാഴ്ചയും കാര്യങ്ങളും കാണാം. ഇറ്റ്സ് മീ നിതീഷ്, വെൽക്കം ബാക്ക് ആൻഡ് ബിഡിങ്സ്. ഈ പാർക്കിലേക്ക് വരാനുള്ള ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഫസ്റ്റ് ആദ്യം തന്നെ സെർച്ച് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റിക്ക് അകത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും, സിറ്റിൻ്റെ കാര്യങ്ങൾ ടവറും കാര്യങ്ങളും കാണാൻ പറ്റും. ഈ ടവറിന് താഴെ ഓപ്പോസിറ്റാണ് ഈ പാർക്കുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എൻട്രൻസ് വരുന്നത് ഏകദേശം എങ്ങനെയുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു വിശാലമായ ഒരു പാർക്കിംഗ് ഉണ്ട്, അതിനോടൊപ്പം തന്നെയാണ് എൻട്രൻസ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഈ പാർക്കിലെ എൻട്രൻസ് ഫ്രീ ആട്ടോ. ഓക്കെ, നമുക്ക് അങ്ങനെ വന്നു ഫ്രീ ആണ്. അടിപൊളി. നമ്മളിപ്പോൾ സാധാരണ പറഞ്ഞാൽ ഈവനിങ് ടൈമിൽ എല്ലാവരും കൂടുതൽ നല്ല തിരക്കാണ്. ഏറ്റവും വലിയൊരു പാർക്ക് കേട്ടോ. ഏകദേശം ഒരു 15-18 കിലോമീറ്റർ ഇതുണ്ട്. ഈ സിറ്റിക്കകത്ത് ഇത്രയും വലിയൊരു പാർക്കുള്ള കാര്യം നമുക്ക് പൊതുവേ ആർക്കും അറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൽ ഉൾക്കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ കാണാനുണ്ട് എന്താ പറഞ്ഞാൽ വലിയ ഏകദേശം 2 പാർക്കാണ്. ഫേസ് 1ഉം ഫേസ് 2 ആണ്. നമ്മളിപ്പോൾ നോക്കുന്നത് ഫേസ് 2 ആണ്. ഫേസ് 1 ആണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഫേസ് 2 ഉള്ളത്. നോക്കി ഇവിടെ തന്നെ നല്ലൊരു പോണ്ട് കേട്ടോ. നോക്കി കാണിച്ചു തരാം പോണ്ടിൻ്റെ വിശേഷം. ഇതൊരു ഗോൾഡൻ ടവറാണ്. നോക്കി അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ. അതുപോലെ തന്നെ ഇത് കാണാൻ ഒരുപാടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ മരങ്ങളുടെ പ്രത്യേകം നോക്കിയേ, ഏതാണ്ട് എൻ്റെ ഹൈറ്റേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഹൈറ്റ് വളരെ നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് നിൽക്കണ പോലെ ഉണ്ടാവും. നോക്കി, അയ്യോ അടിപൊളി കാഴ്ചടാ, അടിപൊളി നോക്കി. വാ, ഇപ്പം നമ്മളിപ്പോൾ എവിടെയാണ്? ഇത് കുവൈറ്റ് ആണോ? അല്ല, അത് വേറെ ഏതാ രാജ്യം എന്ന് പറയും. അടിപൊളി. അപ്പോൾ ഈ പാർക്കിൻ്റെ ഇപ്പോൾ ഈ പാർക്കിൻ്റെ ഈ താഴെയില്ലേ അണ്ടർഗ്രൗണ്ടാണ്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എൻട്രൻസ് ഉള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ താഴെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ താഴെയാണ് വരുന്നത്. അതിൻ്റെ മേലെയാണല്ലോ ഈ സംഭവം സെറ്റിംഗ് ഒക്കെ ഉള്ളത്. അതൊരു അടിപൊളി സെറ്റപ്പാട്ടോ. താഴെ പാർക്കിങ്, കാർ പാർക്കിങ്, അതുപോലെ തന്നെ മേലെ ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഹെറിറ്റേജ് മ്യൂസിയമാണ് അവിടെ പാർക്കിൽ നമുക്കൊരു മ്യൂസിയം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ വരുമ്പോൾ നമ്മൾ സിവിൽ ഐ ഡി കൊടുക്കണം, അതുവരെ നമ്മുടെ പേരും പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ എൻട്രൻസ് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ഫില്ലറിലാട്ടോ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫില്ലർ പോലെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു ഫില്ലറുണ്ട്. നോക്കി ബാക്ക്ഗ്രൗണ്ട് നോക്കി, ബാക്കിൽ കാണാം. ഇഷ്ടപ്പെടുന്നു വലിയ സ്ക്രീൻ. വാ, ഇവിടെ കുവൈറ്റിലെ ഒറിജിനൽ പ്ലാന്റ്സ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതിലൂടെ സംരക്ഷിക്കുന്നതിൻ്റെ. ബേഡ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു എല്ലാവരു ഡീറ്റെയിൽസ് തന്നെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മേലെ നോക്കി. വാവ്, ഹാങ് അടിപൊളിട്ടോ. എന്താ ആ കാഴ്ച കാണിച്ചു തരാം. താഴെ അതിൻ്റെ ഒരു സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. സീഡിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. ഒരു ഫ്ലവറിൻ്റെയും സീഡിൻ്റെ ഒക്കെ ആയിട്ടുള്ള സീഡാണ്. അതായത് സീഡിൻ്റെ കളക്ഷനാണ്. ഒറിജിനലാണ് തോന്നുന്നു. ഓക്കെ, ബട്ട് ഒറിജിനൽ അല്ല അത്. ഓക്കെ, നമ്മൾ പക്ഷേ കണ്ടതിന് ഒറിജിനലാണെന്ന് തോന്നുന്നു. പക്ഷെ ഒറിജിനൽ അല്ല.
ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. പക്ഷേ കുറേ അടിപൊളിയെന്നല്ല, ഒരു കുറേ എന്തോ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചപ്പ് ചവറുമാർ എന്തൊക്കെയോ ഇതെന്താ ഈ ചവറൊക്കെ? നീ ഇങ്ങനെ പൊച്ചിക്കല്ലേ? ഇത് ഈ ഇൻസ്റ്റലേഷൻ ചെയ്യാത്ത സമയത്തിലാണെന്ന് അറിയുന്നത് എനിക്ക് 2 മാസം. പക്ഷേ അത് നമുക്ക് ഈ ഫ്രെയിമിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. നോക്കാം. ഓ അതാണ് സംഭവം. അടിപൊളി സെറ്റപ്പാണ്. നോക്കി ഒട്ടകം വീഡിയോസിലൂടെയാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ട് അപ്പോൾ കാണാമെന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വന്നത്. എങ്കിലും വന്നാൽ എന്താ അടിപൊളി. പക്ഷേ കുറച്ച് നേരത്തെ ആവണമെന്ന് തോന്നുന്നു. ലൈറ്റ് കമ്മിയാവാൻ തുടങ്ങി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുമെന്ന് തോന്നുന്നു. എങ്കിലും അടിപൊളിയാണ് വന്നത്. ഇത് അടിപൊളി സ്ഥലമാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇത് അടിപൊളി കാഴ്ചയാണോ നോക്കിയാൽ. ഓസം. അതെ. അപ്പം ഇനി ഇവിടെ തന്നെ നോക്കി കുവൈറ്റ് ടവർ, ലിബറേഷൻ ടവർ, കുവൈറ്റ് ടവർ, അതുപോലെ തന്നെ വേറെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, മറ്റേ വാട്ടർ ടാങ്ക്, കുവൈറ്റിലെ വാട്ടർ ടാങ്ക് എല്ലാം അതിൻ്റെ ഒരു ചെറിയൊരു പ്രതിമ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സംഭവം നോക്കിയേ, ഒരു അടിപൊളി കേട്ടോ സംഭവം. ഒന്നും വിചാരിക്കണ്ട. സംഭവം എന്താണെന്നറിയോ, നമുക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നിൽക്കിയാൽ മതി. നോക്കിയേ, കുവൈറ്റ് സിറ്റി. ഇതപ്പോൾ ഇതാണ് സിറ്റി കാണുന്നുണ്ടോ. നോക്കി, ഇതാ ബാക്ക്ഗ്രൗണ്ടിലുള്ള സിറ്റിയാണ്. അതിന് തൊട്ടടുത്താണ് ഈ പാർക്കുള്ളത്. അപ്പോൾ നമ്മൾ സിറ്റിക്കകത്ത് താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ വേറെ സിറ്റീൻ്റെ കുറച്ച് അപ്പുറത്തുള്ളവരും അടുത്തുള്ളവർക്ക് സിറ്റിക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഈ വഴിക്ക് ഒന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകട്ടോ. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നവരാർക്കും ഇവിടെ വരാം. അതൊരു പീസ്ഫുള്ളായിട്ട് അടിപൊളി ഏരിയയാണ്. 2 സൈഡും റോഡുണ്ട്. ആ വണ്ടിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട് അല്ലാതെ, സിറ്റിയിലായതുകൊണ്ട് വണ്ടിൻ്റെ ഒരു ചെറിയ സൗണ്ട് അല്ലാതെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. അല്ലാതെ ബാക്കി ഇതൊക്കെ വെള്ളത്തിൻ്റെയും മറ്റേ ഈ നാച്ചുറലും ഓക്സിജനും അങ്ങനെ ഫ്രഷ് എയർ കിട്ടുന്നൊരു നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഓക്കെ, അത്യാവശ്യം ഫാമിലി ആട്ടോ ഇവിടെയൊക്കെ. നോക്കി, അറബി ഫാമിലി ആയിട്ട് വന്ന് ജസ്റ്റ് ഇവിടെ ചില്ല് ചെയ്യാൻ വന്നിരിക്കും. ജസ്റ്റ് റിലാക്സ് ചെയ്യും. നല്ലൊരു വാവ്, ഇതൊരു അടിപൊളി എടുത്ത് അൺഎക്സ്പെക്റ്റഡ്. ഇതെന്തായാലും തകർത്തു. ഞാൻ വിചാരിച്ചേ ഇല്ലട്ടോ. വാവ്, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ. അടിപൊളി. ഓക്കെ, കുവൈറ്റ് സിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂവും ഈ വാട്ടർ ഷോയും വാവ് പൊളിച്ചു. പകൽ സമയത്തുള്ള കാഴ്ചയും കാണാം, രാത്രി ഇതേപോലെ ലൈറ്റ് ഷോയും വാട്ടർ ഷോ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾഡ് ഒരു പഴയൊരു വാതിലും ഒരു പഴയൊരു ബിൽഡിംഗ് സ്ട്രക്ചറൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതാണ് കുവൈറ്റിൻ്റെ ആദ്യകാല രൂപം. അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഇവിടെ പണിതിട്ടുണ്ട്. ആ കാഴ്ചകളാണ് ഇതിനകത്തുള്ളത്. ഈ പെട്രോൾ കണ്ടെത്തുന്നതിന് മുമ്പ് കുവൈറ്റിലെ ബിൽഡിങ്സും പഴയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അതിൻ്റെ ഒരു ചരിത്രമായ ഒരു കാഴ്ചയാണ് കാണിച്ചിരുന്നത്. ഓക്കെ, പള്ളികൾ അതുപോലെ തന്നെ
ഒരു വലിയ അതിൻ്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു രൂപം അടിപൊളിയായിട്ട്. ഓക്കെ, നമ്മുടെ ഇത് ഐ തിങ്ക് ഇത് വത്തനിയ സൂക്കാണ് തോന്നുന്നു. വത്തനിയ സൂക്ക് മാർക്കറ്റ്, അതിൻ്റെ മാർക്കറ്റാണ് ഈ കാഴ്ച. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്ര ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പം നോക്കിയാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൽ അടിപൊളിയുണ്ട്. നോക്കിക്കപ്പോ മച്ചി മീനോടി അപ്പടി മീൻ അടിപൊളിയാണോ. എന്താ മൊത്തം ഒന്ന് കറങ്ങി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുവരെ ഫുള്ളായി വാച്ച് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൊച്ചു വീഡിയോ ആയിട്ട് ഇനിയും വരാമെന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഔട്ട് ആൻഡ് ബി ടിപ്സ്.